വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നുണ്ട് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഇൻഫോർമേറ്റീവ് ടോപ്പിക്കാണ്. കുറച്ച് നാളായാലേ നമ്മൾ ഇൻഫോർമേറ്റീവ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. എസ്പെഷ്യലി സെപ്റ്റംബർ ഇൻടേക്കിന് ട്രൈ ചെയ്യുന്ന പിള്ളേർക്ക് ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാനിപ്പോൾ പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടന്റെ കാര്യമാണ്. ബട്ട് വേറെ യൂണിവേഴ്സിറ്റീസിൽ ട്രൈ ചെയ്യുന്ന പിള്ളേർക്കും ഈ വീഡിയോ അത്യാവശ്യം ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ തന്നെ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ വീഡിയോയ്ക്ക് ഞാൻ അത്യാവശ്യം ലെങ്ത് കുറച്ചെടുക്കണമെന്നാണ് എനിക്ക് ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് ഒരുപാട് ലെങ്തായി പോകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് കാണാൻ ഒരു മടി വരില്ലേ, അത് എല്ലാവർക്കും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ലെങ്ത് കുറച്ച് പെട്ടെന്ന് എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസ് ഞാൻ പാസ് ചെയ്യാം. ആൻഡ് അത് മാത്രമല്ല, അപ്പം നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന കുറച്ച് പേരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ലിംന ലോറൻസ്. ഞാൻ കറൻ്റ്ലി വർക്കിംഗ് ആണ്. ഞാൻ UK വന്നത് 2022 മെയ് ഇൻടേക്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടനിലാണ് വന്നത്. ആ ടൈമിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്ത് കീര ഇൻ്റർവ്യൂവിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും പറ്റിയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ സമയത്ത് കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. അതുകൊണ്ട് അതിനുശേഷം നമ്മൾ അധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇൻ്റർവ്യൂ റിലേറ്റഡ് കാര്യങ്ങളോ ഒന്നും നമ്മൾ അധികം ചെയ്തിട്ടില്ല. ബട്ട് എൻ്റെ അടുത്ത് ആ സമയത്ത് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസിലൊന്നായിരുന്നു മൊഡ്യൂൾസ്. അപ്പം ഇപ്പം ഞാൻ ഈ വീഡിയോ എന്തുകൊണ്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് റീസെൻ്റ് ആയിട്ട് ഒരു 2 days മുമ്പ് എനിക്കൊരു കമൻസ് കാണാൻ, ന്യൂ കമൻ്റ് ആയിട്ട് കാണാൻ ഇട വന്നു. അത് 2024 സെപ്റ്റംബർ ഇൻടേക്കിന് ട്രൈ ചെയ്യുന്ന പിള്ളേരുടെ കമൻ്റ് ആയിരുന്നു. 2-3 കമൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒരു മൊഡ്യൂളിനെ പറ്റിയിട്ട് ഒരു പുള്ളിക്കാരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ മൊഡ്യൂളിനെ പറ്റിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, റീസെൻ്റ് ആയിട്ടും അപ്പോൾ ആൾക്കാർ വീഡിയോസൊക്കെ ഇത് കാണുന്നുണ്ടല്ലോ, അപ്പോൾ UK പിള്ളേർ അധികം ട്രൈ ചെയ്യുന്നുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വന്നിട്ട്. കാരണം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. മൊഡ്യൂൾസിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം എനിക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലായിക്കോട്ടെ, നിങ്ങളിപ്പോൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇന്ന കോഴ്സായിരിക്കും എനിക്ക് പഠിക്കാൻ പോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ കോഴ്സിൽ നമ്മൾ എന്തൊക്കെ മൊഡ്യൂൾസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ന സബ്ജക്റ്റ് എന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഇവിടെ ഓരോന്നിനും ഓരോ മൊഡ്യൂൾസ് എന്നാണ് പറയുന്നത്. അപ്പം അത് ഏത് മൊഡ്യൂൾസൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുന്നത് എന്ന് നിങ്ങൾക്കൊരു ഐഡിയ, ആ മൊഡ്യൂൾസിൽ എന്തൊക്കെയാണ് ടോപ്പിക്ക് സംസാരിക്കാൻ പോകുന്നത് എന്നൊരു ഐഡിയയുടെ അതിൻ്റെ ഒരു ചെറിയ ഇൻഫർമേഷനാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതും, പിന്നെ ഈ വീഡിയോ സെപ്റ്റംബർ ഇൻടേക്കിലുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഷെയർ ചെയ്താലും അവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ഞാൻ കാണിക്കുകയാണ്. അപ്പം ഞാൻ ഈ സ്ക്രീനിൽ സൈഡിലായിട്ട് ഞാൻ കൊടുത്തിരിക്കാം ഞാൻ എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഇതിനകത്ത് ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ എന്ന് പറയുന്നത് എടുക്കുമ്പോൾ തന്നെ നേരെ താഴോട്ട് പോകുമ്പം യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ മെയിൻ വെബ്സൈറ്റ് വരും. അത് ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഇങ്ങനൊരു പേജ് ആയിരിക്കും വരുന്നത്. ഈ പേജിനകത്ത് നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പം സെലക്ട് കോഴ്സ് ടൈപ്പ് കൊടുക്കും. അതിനകത്ത് നിങ്ങൾ ഏത് കോഴ്സ് ടൈപ്പ് ആണെന്നുള്ളത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്, കൂടുതലും ആൾക്കാർ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് ചെയ്യുന്നത് കൊണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ കോഴ്സിന്റെ പേര് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ് കൊടുക്കുന്നത്. കാരണം ഞാൻ ആ ഒരു പഠിച്ചതുകൊണ്ട്, അതുകൊണ്ട് എനിക്ക് അതിന് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇതായിരിക്കും വരുന്നത്. ഇതിനകത്ത് നമ്മുടെ MBA റിലേറ്റഡ് കോഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ MBA, പിന്നെ MBAയുടെ തന്നെ സ്പെഷ്യലൈസേഷൻ, ബിസിനസ് അനലിറ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പ്രോജക്ട് മാനേജ്മെന്റ്, എന്റർപ്രണർഷിപ്പ്, സസ്റ്റൈനബിൾ എനർജി, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഈ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്തേക്കുന്നതുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പം ഞാനാണെങ്കിൽ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBA എന്നുള്ള കോഴ്സാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഏത് കോഴ്സാണോ എടുത്തേക്കുന്നത് അത് സെലക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പം ഇതിനകത്ത് തന്നെ ഫസ്റ്റ് നമുക്ക് അപ്ലൈ നൗ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് താഴെ വരുമ്പം ഈ കോഴ്സിന്റെ ഒരു ഓവർവ്യൂ പോലെ കൊടുത്തിട്ടുണ്ട്.
ഈ ഓവർവ്യൂവിനകത്ത് നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ടായിരിക്കും. എങ്ങനെയൊക്കെയുള്ള കോഴ്സാണ് ഇതിനകത്തുള്ളത്, നമ്മുടെ ക്യാമ്പസ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അതിനകത്ത് കാണുന്നത്. ഫുൾ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. നേരെ താഴോട്ട് പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെതായ, അതായത് നമ്മൾ ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പം നിങ്ങൾ ഈ അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ അക്കോമഡേഷൻ നിങ്ങൾ എവിടെയാണ് എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ മുമ്പത്തെ എൻ്റെ പണ്ടത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അക്കോമഡേഷൻ നിങ്ങൾ ക്യാമ്പസ് അക്കോമഡേഷൻ ആണ് എടുക്കുക എന്നൊക്കെ ഉള്ളത് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ക്യാമ്പസ് അക്കോമഡേഷനിൽ ഏതൊക്കെ തരം അക്കോമഡേഷൻ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് ഓൾമോസ്റ്റ് എത്ര ഫീസ് ആവും എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ കോഴ്സിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അപ്ലൈ ഫോർ അക്കോമഡേഷൻ, പിന്നെ ഓപ്പൺ ഡേക്കുള്ള ബുക്കിംഗ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ നമുക്കിപ്പോൾ തൽക്കാലം ആവശ്യമില്ല. നേരെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ കോഴ്സ് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞ സെക്ഷൻ വരും. അപ്പം നമ്മുടെ ഈ MBAയിൽ ഞാൻ 1 ഇയർ കോഴ്സാണ് എടുക്കുന്നത്. അപ്പം 1 ഇയർ ആണ്. അപ്പോൾ ഈ 1 ഇയറിൽ എനിക്ക് പഠിക്കാനുള്ള ഏതൊക്കെ കോഴ്സ് എന്നാണ് നേരെ താഴോട്ട് പോകുമ്പോൾ കാണുന്നത്. അതിനു മുൻപ് നമ്മൾ ഈ MBAയുടെ കോഴ്സ് മൊഡ്യൂൾസിൻ്റെ വരുമ്പോൾ ചെറിയൊരു ഈ ഒരു കോഴ്സിൻ്റെ മൊഡ്യൂൾസിനെ പറ്റി ചെറിയൊരു എക്സ്പ്ലനേഷൻ നമുക്ക് അവിടെയും കാണാം. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ ചെറുതായിട്ട് മനസ്സിലാവും, ഒരു ഐഡിയ കിട്ടും. അത് കഴിഞ്ഞിട്ട് നേരെ താഴോട്ട് വരുമ്പോൾ നമ്മുടെ കോഴ്സസ് നമുക്ക് MBAയിൽ 6 കോഴ്സാണ് ഉള്ളത്. ഞാൻ പറയുന്നത് MBA ആണ്. സെഷൻ എടുത്തവർക്ക് അതിൻ്റെ കൂടെ എക്സ്ട്രാ സബ്ജക്ട്സ് ഉണ്ടാവും, അതായത് മൊഡ്യൂൾസ് ഉണ്ടാവും. അപ്പം ഞാനിപ്പം കംപ്ലീറ്റ്ലി പറയുന്നത് MBA സ്പെഷ്യലൈസേഷൻ എടുക്കാത്തവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇതേ കണക്ക് തന്നെ നിങ്ങൾക്കിപ്പം MBAക്ക് പകരം വേറെ കോഴ്സ് ആണെങ്കിൽ ആ കോഴ്സിന് എന്തൊക്കെ മൊഡ്യൂൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ MBAക്കകത്ത് 6 മൊഡ്യൂൾസ് ആണ് ഉണ്ടാവുന്നത്. ഈ 6 മൊഡ്യൂൾസിൽ ഫസ്റ്റ് മൊഡ്യൂളായിട്ട് വന്നിരിക്കുന്നത് മാനേജിങ് സ്ട്രാറ്റജി ഓപ്പറേഷൻസ് ആൻഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെയായിരിക്കും ആ ഒരു മൊഡ്യൂളിൽ അവർ ഡിസ്കസ് ചെയ്യാന്നുള്ള ഒരു ചെറിയ പാരഗ്രാഫ് പോലെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഐഡിയ. ഇപ്പം നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ മൊഡ്യൂൾസ് ഒക്കെ നിങ്ങൾ കാണാതെ, അതായത് ഫുള്ള് പഠിക്കണമെന്നല്ല, അറ്റ്ലീസ്റ്റ് ഏതൊക്കെ മൊഡ്യൂൾസ് ആണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളത് നിങ്ങൾ കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം. പിന്നെ ഈ മൊഡ്യൂൾസിനകത്ത് നിങ്ങൾ എന്തൊക്കെ റിലേറ്റഡ് ടോപ്പിക്കാണ് പഠിച്ചിരിക്കണം. പിന്നെ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എങ്ങനെ ഹെൽപ്ഫുൾ ആവും എന്നുള്ള രീതിയിൽ പഠിച്ചിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. സോ അത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അത് ചെയ്യാനായിട്ട്, കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു സെക്ഷനാണ്. സോ അത് ആർക്കെങ്കിലും വേണമെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. ഈസ്റ്റ് ലണ്ടൻ്റെ ക്വസ്റ്റ്യൻസ് ആണോ അതല്ലാതെ നോർമൽ യൂണിവേഴ്സിറ്റീസിൽ ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണോ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് പറയുക. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ്റെ ഇൻ്റർവ്യൂ മാത്രമല്ല അറ്റൻഡ് ചെയ്തത്. സോ എനിക്കൊരു ഐഡിയ ഉണ്ട് എങ്ങനെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ചെറിയൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ഇപ്പോൾ നമ്മുടെ ബാക്ക് ടു ടോപ്പിക്. ഞാനപ്പം ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ മാനേജിങ് സ്ട്രാറ്റജി ഓപ്പറേഷൻസ് ആൻഡ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞ മൊഡ്യൂൾസ് ആ ഒരു ചെറിയ അതേ കണക്ക് തന്നെ ഓരോ മൊഡ്യൂൾസിൻ്റെയും താഴെ നമുക്ക് ചെറുതായിട്ട് അവരൊരു പാരഗ്രാഫ് പോലെ ആ മൊഡ്യൂൾസിൽ എന്തൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ മൊഡ്യൂൾസ് ഇപ്പം ഞാൻ പറഞ്ഞു തന്നാൽ പോലും നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഈ 6 മൊഡ്യൂൾസും ഒരുമിച്ചല്ല നിങ്ങൾ പഠിക്കുന്നത്. ഈ 6 മൊഡ്യൂൾസും നിങ്ങൾ ഈ 1 ഇയർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം നമുക്ക് ഒരു ഫസ്റ്റ് നമ്മുടെ ഇത്ര മാസം എന്നുണ്ട്. ആ ഒരു ഇത്ര മാസത്തിനകത്ത് നമ്മൾ ആ രണ്ട് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഇത്ര മാസമുണ്ട്. ആ മാസത്തിനകത്ത് നമ്മൾ അടുത്ത 2 മൊഡ്യൂൾ, അങ്ങനെയാണ് നിങ്ങൾ ഈ 6 മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷേ കോഴ്സിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് നിങ്ങളുടെ രീതികൾ മാറും. അപ്പം ചിലപ്പോൾ 3 മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞ് കഴിയുമ്പം ആ ഒരു കറക്റ്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇപ്പം ഞാൻ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾമോസ്റ്റ് ഇതേ കണക്കായിരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം നമ്മൾ ഇങ്ങനൊരു ഇത് കിട്ടും. ഇപ്പം സപ്പോസ് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇത് ഞാൻ പഠിച്ചപ്പം ഉണ്ടായിരുന്ന കാര്യം ഇപ്പോഴും അതേ കണക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇൻ കേസ് ഇതിന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കമൻ്റായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും ആ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മളിപ്പം 2 മൊഡ്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇപ്പം നമ്മൾ നാട്ടിൽ പഠിക്കുന്ന സമയത്ത്
നമ്മൾ ബികോമിനൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കിപ്പം ഫസ്റ്റ് ഇയറിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് പോയാൽ സെക്കൻഡ് ഇയറിൽ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയറിലെ സബ്ജക്റ്റ് എഴുതിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും നമ്മളിപ്പോൾ ഫസ്റ്റ് പോയെന്ന് വിചാരിച്ചു. ഇപ്പം ഫസ്റ്റ് 2 മൊഡ്യൂൾസിൽ നമ്മൾ ഏതെങ്കിലും ഒരു മൊഡ്യൂൾ നമ്മൾ പാസ്സാവാതിരിക്കാമെന്ന് വിചാരിച്ചു, നമ്മുടെ അസൈൻമെൻറ്റ്സോ അല്ലെങ്കിൽ എക്സാംസോ അല്ലെങ്കിൽ എക്സാംസോ എന്ന് വിചാരിച്ചു. ബട്ട് അത് റീസബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് റീസബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റീ എക്സാമിനെ പറ്റി എനിക്ക് അധികം അറിയില്ല, പക്ഷേ റീസബ്മിറ്റ് ചെയ്യാം. ചില കോഴ്സിൽ എക്സാം ഉണ്ടായിരുന്നു, നമ്മുടെ കോഴ്സിന് എക്സാം ഭാഗ്യത്തിനില്ലായിരുന്നു. നമ്മുടെ കോഴ്സിൽ ഫുള്ള് അസൈൻമെൻറ്റ്സ് ആയിരുന്നു. അപ്പം അസൈൻമെൻറ്റ്സ് ആണെങ്കിലും അപ്പം നിങ്ങൾ വിചാരിക്കും എളുപ്പമാണല്ലോ വയ്ക്കാമെന്ന്. അങ്ങനെയൊന്നും ഇല്ല, അത്യാവശ്യം പാടുണ്ട്. ഇപ്പം അതിന് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയും. ബട്ട് അസൈൻമെൻറ്റ്സ് ചെയ്ത് വെക്കുമ്പോഴും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ അവർ പറയുന്ന ടോപ്പിക്കൊക്കെ സെലക്ട് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതും പൊട്ടും. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്ത് വെക്കുക, കറക്റ്റായിട്ട് ക്ലാസ്സിനൊക്കെ പോവുക, കറക്റ്റായിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ നമ്മുടെ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. നമ്മൾ 6 ടോപ്പിക്കാണ് ഉള്ളത്. ഇനി നേരെ താഴോട്ട് വരുമ്പം ഈ ഡൗൺലോഡ് കോഴ്സ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഞാനൊന്ന് നോക്കട്ടെ, അത് ഡൗൺലോഡ് ചെയ്ത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കാം. പിന്നെ നമ്മുടെ MBAക്ക് പ്ലേസ്മെൻറ്റും അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഏത് കോഴ്സാണെങ്കിലും പ്ലേസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ആ കോഴ്സ് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ പ്ലേസ്മെൻറ്റ് ഇയർ മസ്റ്റായിട്ടും വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് 1 ഇയർ കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്. അപ്പം നമ്മുടെ ഫീസിന് വേരിയേഷനും വരും. അപ്പം ഇതിനകത്ത് താഴോട്ട് വരുമ്പം എൻട്രി റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. MBAക്കും വിത്ത് പ്ലേസ്മെൻറ്റ് ഇയറിനും വേണ്ട എന്തൊക്കെ എൻട്രി റിക്വയർമെൻറ്റ്സ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ കാണും. അതിൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സബ് ഹെഡിങ് പോലെ അത് ഒരു സൈറ്റിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാൻ പറ്റും. നേരെ താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കോഴ്സിൻ്റെ ഓപ്ഷൻസ് കാണാൻ പറ്റും. സെപ്റ്റംബർ 2025 ഏതൊക്കെ രീതിയിലുള്ള കോഴ്സസ് ആണ്, അതായത് MBAയിൽ തന്നെ നമുക്ക് എങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ടിങ് ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇതിനകത്ത് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ്റെ ഫുൾ ടൈം 1.5 വർഷം കൊണ്ട് തീർക്കുന്നതാണ്. അതിൻ്റെ ഫീസ് സ്ട്രക്ചർ പറയുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ പാർട്ട് ടൈം 2 വർഷം കൊണ്ട് തീർക്കുന്ന മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ്റെ കോഴ്സിൻ്റെ പറയുന്നുണ്ട്. അതിൻ്റെ ഫീസിൻ്റെ സ്ട്രക്ചറും പറയുന്നുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ ആപ്ലിക്കൻ്റ് ഇതിനകത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ പറഞ്ഞ 2 ഈ കാര്യങ്ങളും ഹോം ആപ്ലിക്കൻ്റ്, അതായത് കറൻ്റ്ലി UK-യിലുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. പിന്നെ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ്റെ ഫുൾ ടൈം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സ്, അതും എത്ര ഫീസാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പ്ലേസ്മെൻറ്റ് ഓപ്ഷൻ വരുന്ന സമയത്ത് MBAക്കാർക്ക് ഹോം ആപ്ലിക്കേഷൻ വരുന്ന ഉള്ള ആൾക്കാരുടെ അത് എങ്ങനെയാണെന്നും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഏത് ഇതിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതും നേരെ താഴെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പഠിച്ചതിനേക്കാൾ ഫീസ് കൂടുതലാണ് ഗൈസ്. എനിവേ ഓക്കെ. അപ്പം ഇതാണ് കാര്യങ്ങൾ. ഫീസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നിങ്ങളിപ്പോൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്താലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഇപ്പം നിങ്ങൾ ഏജൻസി ത്രൂ ആണ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും നമ്മൾ ഏജൻസി ത്രൂ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ എങ്കിലും നിങ്ങൾ കയറി വെബ്സൈറ്റിലെല്ലാം സെർച്ച് ചെയ്ത് കറക്റ്റായിട്ട് നോക്കുക. ഫുള്ളും ഏജൻസിക്ക് വിട്ടുകൊടുക്കരുത്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, ഒരുപാട് ഏജൻസികളുണ്ട്. നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾക്ക് ഉറപ്പുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് പോയിട്ടുള്ള ഏജൻസികളിൽ മാത്രം കൊണ്ട് കൊടുക്കുക. ജസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ഏജൻസിയിലൊന്ന് കൊണ്ട് കൊടുത്ത് പൈസ കളയാതിരിക്കാൻ മാക്സിമം നോക്കുക. നിങ്ങൾ ഏത് കൺട്രിയിൽ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും മാക്സിമം നല്ല രീതിയിൽ നിങ്ങൾ ഇതിന് അവയർനെസ് ആയിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ നേരെ താഴെ വരുമ്പോഴത്തേക്ക് ഫീസ് ഫണ്ടിങ് ആൻഡ് അഡീഷണൽ കോസ്റ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. പിന്നെ ലേൺ എബൌട്ട് അപ്ലൈയിങ്, എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ചെറിയതുണ്ട്. പിന്നെ പ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ട് കാര്യങ്ങളുണ്ട്. ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഫുള്ളും നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും വെബ്സൈറ്റിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും.
നിങ്ങൾ സമയമെടുത്തിരുന്ന് ഈ ഫുൾ കാര്യങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഏകദേശം ഐഡിയ കിട്ടും. അല്ലാതെ ഏജൻസി പറഞ്ഞു ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഫുള്ള് വിശ്വസിക്കാതെ നിങ്ങൾ ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ വായിച്ച് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഇപ്പം നിങ്ങളുടെ അടുത്തൊരു ഏജൻസി പറയാണ് MBA എടുക്ക്, അവിടെ നല്ല സ്കോപ്പ് ഉണ്ട്. ഫസ്റ്റ് നിങ്ങൾ അത്യാവശ്യം റിസർച്ച് ചെയ്യുക. സെപ്റ്റംബർ ഇൻടേക്ക് എങ്ങനെയും വേണം എടുപിടി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുന്ന് നോക്കി ഈ കോഴ്സും മൊഡ്യൂൾസും ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നൊക്കെ നോക്കി, അല്ലെങ്കിൽ വേറെ കോഴ്സ് വേറെ MBA സ്പെഷ്യലൈസേഷനും ഒക്കെ നോക്കി നിങ്ങൾ സെലക്ട് ചെയ്തൊക്കെ മാക്സിമം വരാൻ നോക്കുക. അപ്പം എനിവേ ഞാൻ പറയാൻ വന്ന ടോപ്പിക്കും കാര്യങ്ങളും ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ബിലോ. ഞാൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇനി അതല്ല ഏതെങ്കിലും ഒരു ടോപ്പിക് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ UK വരാനായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എനിക്കറിയാവുന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.